നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വിനീഷ്യസ് ഒക്കെ വെറും സാധാരണ കളിക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ അവനൊരു ലിമിറ്റഡ് അത്ലറ്റാണ്. ഒരു നിർണായക കളിക്കാരനായിട്ടൊരു ഡിസിസീവ് പ്ലെയറായിട്ടൊന്നും അവനെ കൂട്ടാൻ പറ്റില്ല. പറയുന്നത് ജിയോവാനിയാണ്. ഏത് ജിയോവാനി? ബ്രസീലിയൻ താരമായിരുന്ന ജിയോവാനി. ബ്രസീലിന് വേണ്ടി 18 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ജിയോവാനി. FC ബാഴ്സലോണക്കും സാൻഡോസിനും ഒളിമ്പിയാക്കോസിനും ഒക്കെ കളിച്ചിട്ടുള്ള അതേ ജിയോവാനിയാണ് പറയുന്നത് വിനി വെറും ഓർഡിനറി പ്ലെയറാണ്, അവനെക്കൊണ്ടൊന്നും നല്ലൊരു കളി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വിനീഷ്യസ് ജൂനിയർ ഒരു ലിമിറ്റഡ് അത്ലറ്റ് മാത്രമാണ്. വേഗത്തിൽ ഡ്രിബിൾ ചെയ്ത് പോകുന്നല്ലാതെ എന്താണ് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുക? അത്രയേ ഉള്ളൂ. വേഗത്തിൽ ഡ്രിബിൾ ചെയ്ത് പോകും. ഹി ജസ്റ്റ് ഡ്രിബിൾസ് അറ്റ് സ്പീഡ്. നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നല്ല വേഗത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിഫൻഡറെ വെച്ച് അവനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്ക്, അവനൊന്നും ചെയ്യില്ല. ഹി വോണ്ട് ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ. ഹീ ഈസ് നോട്ട് എ ഡിസിസീവ് പ്ലെയർ എന്നാണ് ബ്രസീലുകാരനായിട്ടുള്ള ജിയോവാനി തന്നെ ഇപ്പോൾ വിനി ജൂനിയറെ വിലയിരുത്തുന്നത്. ഏതായാലും നല്ല സ്ട്രോങ് ആണ് അറൗഹോ. വാക്കർ വളരെ ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ് ആയിരുന്നു. കൂണ്ടെ ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ് ആണ്. ജെയിംസ് ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ് ആണ്. ഇവരൊക്കെ വിനിയെ തടയാൻ നോക്കിയിട്ടേ തടയാൻ പറ്റാതിരുന്നതും ഫുട്ബോൾ ലോകം കണ്ടതാണ്. ഏതായാലും ജിയോവാനി അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. കാർലോ അഞ്ചലോട്ടിയുടെ അഭിപ്രായം അതല്ല. വിനി ജൂനിയർ ഡിസിസീവ് പ്ലെയറാണ് എന്ന് തന്നെയാണ്. അടുത്ത വേൾഡ് കപ്പിലും എന്തായാലും വിനി ഉണ്ടാകും. ഈ പറയുന്ന ജിയോവാനി ബ്രസീലിന് വേണ്ടി 1995 മുതൽ 99 വരെ 18 അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആകെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വിനി ജൂനിയർ ഓൾറെഡി ഈ ചെറിയ പ്രായത്തിൽ 25 വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 45 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ജിയോവാനി എവിടെ നിൽക്കുന്നു? വിനി എവിടെ നിൽക്കുന്നു? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.